ഒല്ലൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിയുക്ത MLA കെ രാജന് സ്വീകരണം നൽകി. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന മികവിന്റെ അംഗീകാരമാണ് ഈ വിജയമെന്ന് ഒല്ലൂർ പ്രസ് ക്ലബ് നൽകിയ സ്വീകരണത്തിൽ കെ രാജൻ പറഞ്ഞു. തിരഞ്ഞെടുത്തതിനു ശേഷം വ്യത്യസ്താശയമുള്ളവരെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരെയും മാറ്റി നിർത്താതെ അവരുടെ കൂടെ കഴിഞ്ഞ 10 വർഷവും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇനിയുള്ള 5 വർഷവും മണ്ഡലത്തിലെ എല്ലാവരുടെയും MLA ആയി പ്രവർത്തിക്കാൻ കഴിയുമെന്നും കെ രാജൻ പറഞ്ഞു. ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR ഔസേബ്, ട്രഷറർ ജാക്സൺ ജോസ്, മേജർ ജോണി എന്നിവർ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞുപോയ 3 തെരഞ്ഞെടുപ്പുകളിലും നിരവധികളായ വിഷയം ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു എതിർ സ്ഥാനാർത്ഥിയെ ചെറുതായി കാണാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഒരിക്കലും ഞാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകുന്നത് പൊതുവിൽ ഗുണകരമായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല രാഷ്ട്രീയം ഉന്നയിക്കപ്പെടുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത വിധത്തിൽ വ്യക്തിപരമായി ഒരിക്കലും ശരിയല്ല എന്നുറപ്പുണ്ടായിട്ടും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇടത് തരംഗമല്ലാതെ ഒരു UDF തരംഗം അതിഭീകരമായി കേരളത്തിൽ വീശിയിട്ടും വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട UDF വോട്ടുള്ളൊരു മണ്ഡലമായിട്ടുള്ള ഒല്ലൂരിൽ പിടിച്ച് നിർത്താൻ കഴിഞ്ഞത് ഈ വിധത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിൽ നമ്മളെടുക്കുന്ന നിലപാട് നാടംഗീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, വാംസ് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ നാളെയും മറ്റന്നാളുമായി ഇപ്പോൾ കൊടുത്ത ചെക്കിൻ്റെ പണം കൊടുക്കും എന്ന് മാത്രമല്ല, ആ ഓഫീസ് അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. സാധാരണ നിലയിൽ ഓഫീസ് ഡിസോൾവായി പോയി, ഇത് കഴിഞ്ഞോടുകൂടി കെട്ടിപ്പൂട്ടി പോയി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അത് കെട്ടിപ്പൂട്ടി പോണതല്ല. ആ ഓഫീസുകളിൽ നിന്ന് വന്നവരെല്ലാം വേറെ ഒരു ഓഫീസിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ആകുമ്പോൾ ആ